മിടുക്കൻ മിടുക്കൻ. ബാക്കി കൂടി കുടിക്കേ. പിള്ള മനസ്സിലെ കള്ളമില്ലെന്ന് പറഞ്ഞ ഇതാ. ആരൊക്കെ അകറ്റാൻ നോക്കിയാലും ബിച്ചുമോന്റെ മനസ്സിൽ നിന്ന് അവന്റെ അച്ഛമ്മയോടുള്ള സ്നേഹം മാഞ്ഞു പോകില്ല. അല്ലടോ കുട്ടാ. നീ മോനെ ഇവിടെ ഇരുത്തിട്ട് പോയപ്പോ ഇവൻ പറഞ്ഞത് എന്താന്നറിയോ? ബിച്ചുമോന് അച്ഛമ്മയുടെ മടിയിലിരുന്ന് ജ്യൂസ് കുടിക്കണമെന്ന്. അല്ലേ കുട്ടാ? ഓ കണ്ടില്ലേ, കൊച്ചു മുഴുവൻ ജ്യൂസും കുടിച്ചു തീർത്തു. അതെ, അവന് നല്ല വിശപ്പുണ്ടായിരുന്നോണ്ടോ. ബിച്ചുട്ടാ, ഇനിയും ജ്യൂസ് വേണോ? അമ്മ എടുത്തോണ്ട് വരാം. അത് വേണ്ട. നീ അതിനിടയ്ക്ക് അടുക്കളയിലേക്കൊന്നും ഓടണ്ട. മോന് ജ്യൂസ് വേണമെങ്കിലേ ഞാൻ എടുത്തു കൊടുത്തോളാം. നീ ആ തേങ്ങയൊന്ന് പൊതിക്കുന്നതിനിടയിലേ ഇതും കൂടി ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. ഇത്രയും തേങ്ങ ഞാൻ പൊതിക്കാനോ? എന്നോട് പാര എടുത്തോണ്ട് വരാനല്ലേ അമ്മ പറഞ്ഞ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ എന്റെ അനു ചെയ്യാൻ? നിനക്ക് വയ്യെങ്കിൽ ചെയ്യണ്ട. പക്ഷെ നീ ഇവിടെ ഉള്ളപ്പോഴേ വയസ്സായി ഞാൻ തേങ്ങ പൊതിക്കുന്ന വല്ലവരും കണ്ട അതിന്റെ നാണക്കേട് നിനക്ക് തന്നെയാ. അതിനെ കിച്ചണിലിപ്പോ ഇത്രയും നാളികേരത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അത്യാവശ്യത്തിനിപ്പോ 1-2 പൊതിച്ചാ പോരെ? നിനക്ക് പറ്റുന്ന പോലെ പൊതിച്ചാ മതി അനു. ബാക്കി ഞാൻ ചെയ്തോളാം. നമുക്ക് തേങ്ങ പൊതിക്കുന്നത് കാണാം. നിന്റെ പ്രായത്തിലെ ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ മുഴുവൻ പണിയും എടുക്കും. അവിടെ പറമ്പിൽ തേങ്ങയിടുന്ന ദിവസം മുഴുവൻ തേങ്ങയും പൊതിച്ച് ചാക്കി ചുമന്ന് കടയിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും. അന്നത്തെ ദിവസം കാശ് ഇത്തിരി കൂടുതൽ കിട്ടും. കുട്ടികൾക്ക് എന്നും കൊടുക്കുന്ന പഴംകുഞ്ഞിക്ക് പകരം രാവിലെ സ്കൂളിൽ പോകുമ്പോ വല്ലതും ഒക്കെ വാങ്ങി കൊടുക്കാലോന്ന് വെച്ച് ഞാനാണെങ്കിൽ അന്ന് എന്ത് ജോലി കിട്ടിയാലും ചെയ്യും. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ഇന്ദ്രനടക്കം 3 മക്കളെ വളർത്തി വലുതാക്കിയത്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കൊന്നും കഷ്ടപ്പാട് എന്താണെന്ന് അറിയില്ല. എല്ലാത്തിനും തിന്നിട്ടേ എല്ലിന്റെ ഉള്ളിൽ കുത്തി നടക്കുക. അതെ, നീ വിചാരിച്ച അത് മുഴുവൻ ഒറ്റയടിക്ക് പൊതിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ അനു. പിന്നത്തേക്ക് വെച്ചാൽ അത് 2ാം പണിയാവില്ലേ? ക്ഷീണിക്കുമ്പോ കുടിക്കാനേ ഞാൻ വെള്ളം കൊണ്ട് വെക്കാന്നേ. പിച്ചുമോനെ, നമുക്കേ അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളം വെക്കാം. ഓന് വാ കഴുകണ്ടേ? പിന്നെ അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളവും എടുക്കാം. ഞാൻ ഓരോന്ന് വിട്ടു തരുന്തോറും എനിക്കിട്ട് കടുപ്പിക്കുകയാണല്ലേ. ശരി, നോക്കാം. ഇന്ന് നാളികേരം, നാളെ എന്താന്നറിയട്ടെ. അപ്പ ബാക്കി പറയാം. ഇവിടെ ആരുമില്ലേ? എല്ലാരും എവിടെ പോയി?
ആമി ഏയ് ആമി ആമി എടി ആമി എല്ലാരും ഉണ്ടായിരുന്നോ? എന്താ രഘുവേട്ടാ ഇത്? എന്ത് കോലത്തിലായി വന്നേക്കുന്നേ? ആ അതെ, വളരെ മോശം കോലത്തിലാണ് വന്നിരിക്കുന്നത്. ഞാനേ നന്നായി മദ്യപിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് കാരണം നീ ഒരാളാ. രഘു നിർത്ത്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്താണോ സ്വബോധം ഇല്ലാതെ കയറി വന്നിരിക്കുന്നത്? ഞാൻ ചെയ്തത് തെറ്റാ. ഈ അവസ്ഥയിലേ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇവളോട് 4 വർത്താനം പറയണം. അതിന് സ്വബോധം ഇല്ലാതിരിക്കുന്നത് നല്ലത്. എടീ, നീ ഇന്ന് എന്നെ എന്താ ചെയ്തെന്നറിയോ?